ശ്രീജിത്ത് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ നേരത്തെ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര നിയമം തന്നെ ലംഘിച്ചുകൊണ്ട് വ്യോമപാതയെ മറയാക്കി വ്യോമാക്രമണം നടത്തിയ പാകിസ്ഥാൻ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 12 മണി വരെ ഈ വ്യോമപാതകൾ അടച്ചിട്ട് ഉള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. കൃത്യമായി തന്നെ ഇന്ത്യയുടെ നടപടിയെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തെ പാകിസ്ഥാൻ ഭയപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു കള്ളക്കളി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം യാത്രാ വിമാനങ്ങളുടെ മറവിൽ ഡ്രോണുകൾ, ആയുധം വഹിച്ചുകൊണ്ടുള്ള ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ഇന്ത്യയിൽ വിക്ഷേപിക്കുക എന്നൊരു നീക്കമാണ് പാകിസ്ഥാൻ നടത്തിയത്. പക്ഷേ അതിനെ വളരെ തന്ത്രപരമായി വളരെ അതിശക്തമായി തിരിച്ചടിക്കാനും അതിനെ നിർവീര്യമാക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു വിജയമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കുള്ളിൽ വിശേഷിച്ചും ജമ്മു കാശ്മീരിൽ ഡ്രോണുകളിൽ നിന്നുള്ള അതായത് നിർവീര്യമാക്കുന്ന ഡ്രോണുകൾ പതിച്ച് അതിലെ ആയുധങ്ങൾ പതിച്ച് വീടുകൾ തകരുന്നൊരു അന്തരീക്ഷം ഇപ്പോൾ അതാണ് ഏറ്റവും ഒടുവിൽ ജമ്മു മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. രജൗരിയിലും പൂഞ്ചിലും ബാരാമുള്ളിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇത്തരം നിർവീര്യമാക്കുന്ന ഡ്രോണുകൾ പതിച്ച് നമ്മുടെ പ്രദേശങ്ങളിലെ വീടുകൾക്ക് തകരാറുണ്ടാകുന്നു, ആളുകൾക്ക് പരിക്കേൽക്കുന്നു എന്നൊരു അന്തരീക്ഷം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായി വേണം കാണാൻ. നേരെ മറിച്ച് മറ്റൊരു രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇതെല്ലാം ഒരുപക്ഷെ വലിയ ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതിനെ ഇന്ത്യ തടയുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നതെല്ലാം. കാരണം നമ്മുടെ വീടുകൾ ഇപ്പോൾ പഞ്ചാബിലെ ജലന്ധറിലും റൂറൽ ജലന്ധറിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടായത്. അല്ലെങ്കിൽ ഡ്രോണുകളും മറ്റ് മിസൈലുകളുടെ ഭാഗങ്ങളും പതിച്ച് വീടുകൾ തകരുന്ന അങ്ങനെ ഒന്നും സംഭവിക്കുന്നത് ഇപ്പോൾ ജലന്ധറിലാണ്. നേരെ മറിച്ച് പൂഞ്ചിലും ബാരാമുള്ളയിലും അവന്തിപ്പുരയിലും ഒക്കെ സംഭവിക്കുന്നത് വലിയ രൂപത്തിലുള്ള സ്ഫോടനങ്ങളാണ്. അത് വീടുകൾക്ക് മുകളിലേക്ക് തന്നെയാണ് ഈ സ്ഫോടനങ്ങൾ സംഭവിക്കുന്നത്. അത് രണ്ട് സൈന്യങ്ങളും നേർക്കുന്ന ഏറ്റുമുട്ടുമ്പോൾ ഡ്രോണുകൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയക്കുന്ന ഡ്രോണുകൾ മിസൈലുകൾ തകർന്ന് വീണുള്ള അപകടങ്ങളാണ്. അതാണ് വീടുകൾക്ക് മുകളിലേക്ക് വീഴുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത്. അതിന് മറുപടിയായി ഇന്ത്യ ചെയ്യുന്നത് അത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അവകാശവാദം അല്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട 3 സേനാ ക്യാമ്പുകൾ, അതായത് നൂർഖാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ അവരുടെ ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ ഏറ്റവും ശക്തമായ വലിയ സൈനിക ക്യാമ്പുകളിലൊന്നാണ്, എയർബേസുകൾ ഒന്നാണ്. ആ എയർബേസ് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിലൊന്ന്, അതോടൊപ്പം തന്നെ എയർഫോഴ്സ് കേന്ദ്രങ്ങളിലൊന്ന്. അതുമാത്രമല്ല വി ഐ പി ഏറ്റവും വലിയ ആളുകൾ, ഏറ്റവും സുപ്രധാനപ്പെട്ട ആളുകൾ, പ്രധാനപ്പെട്ട സൈനിക മേധാവിമാർ, സർക്കാരിൻ്റെ ഉന്നത തലത്തിലുള്ള ആളുകൾ, മന്ത്രിമാരൊക്കെ യാത്രാ സൗകര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന സൈനിക ബേസ് ക്യാമ്പ് കൂടിയാണ് നൂർഖാൻ. ആ നൂർഖാമ്പിൽ സ്ഫോടനം ഉണ്ടായി എന്നൊരു വാർത്ത പാകിസ്ഥാനിലുള്ള മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട്. അത് പാകിസ്ഥാനെ വലിയ രൂപത്തിൽ അത് ക്ഷീണമുണ്ടാക്കും. മറ്റൊന്ന് നൂർഖാനൊപ്പം തന്നെ റാഫിക് എയർബേസിലേക്കും അവിടെയും സ്ഫോടനം ഉണ്ടാകുന്നുണ്ട്. മുരീഡ് എയർബേസിലും സ്ഫോടനം ഉണ്ടാകുന്നു. ഇങ്ങനെ പാകിസ്ഥാൻ്റെ ഏറ്റവും സുപ്രധാനമായ സൈനിക ക്യാമ്പുകളിൽ സ്ഫോടനം ഉണ്ടാകുന്നു എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ക്ഷീണമുണ്ടാക്കും. പാകിസ്ഥാൻ്റെ സൈനിക നിയന്ത്രണം ഒരുപക്ഷെ എയർബേസുകൾ വഴിയുള്ള സൈനിക ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറാകാതിരിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ നീക്കമാണിതെന്ന രൂപത്തിലും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുള്ള ആരോപണമുണ്ട്. അതൊരു പക്ഷേ എന്നാൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ വളരെ ഇന്ത്യയെ സംബന്ധിച്ച് വിജയമാണ്. സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ വിജയം കാണുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അതോടൊപ്പം തന്നെ ഷെല്ലാക്രമണത്തിനൊപ്പം വലിയ രൂപത്തിലുള്ള ഡ്രോൺ ആക്രമണം നടത്തുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ അനുകൂല കാര്യമാണ്. ഇന്ത്യ എടുക്കുന്ന സൈനിക നീക്കങ്ങൾ ഒരുപക്ഷെ ഈ ഒരു യുദ്ധം പ്രഖ്യാപിക്കാതെ തന്നെ ഇന്ത്യ നടത്തുന്ന സൈനിക നീക്കങ്ങൾ, പ്രത്യാക്രമണങ്ങൾ, തിരിച്ചടികളെല്ലാം പാകിസ്ഥാന് വലിയ ക്ഷീണം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ അനുകൂല ഘടകമായിട്ട് വേണം കാണാൻ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ നേരത്തെ അരുണിനെ ചോദിച്ചതുപോലെ പാകിസ്ഥാൻ അവരുടെ എയർ സ്പേസ് വ്യോമപാത പൂർണ്ണമായും അടയ്ക്കുന്നു. അത് ഇന്നലെ ആ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ടാണ് യാത്രാ വിമാനങ്ങളുടെ മറവിൽ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് അയക്കാൻ പാകിസ്ഥാൻ തയ്യാറായത്. ഇന്നിപ്പോൾ വ്യോമപാത അടയ്ക്കുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാനെ സംബന്ധിച്ച് ആ രൂപത്തിലുള്ള ആക്രമണത്തിന് പാകിസ്ഥാന് കഴിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്നലെ നടത്തിയ ആക്രമണം മുഴുവൻ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ട്, ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിനെ അല്ലെങ്കിൽ അതിനെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ ഇന്നലെ നടത്തിയത്. ആ ശ്രമം ഒരു പരിധിവരെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിച്ചെങ്കിൽ പോലും ഇന്ത്യയിലേക്ക് കടക്കുന്ന ഡ്രോണുകളെ വെടിവെച്ചിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പാകിസ്ഥാൻ്റെ പ്രകോപനത്തെ എല്ലാ അർത്ഥത്തിലും തടയാൻ, അതിനെ തടഞ്ഞിടാൻ, അതിനെ പ്രതിരോധിക്കാനൊക്കെ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം കാണാൻ.
പക്ഷേ നേരെ മറിച്ച് ജമ്മുവിലടക്കം അല്ലെങ്കിൽ ജലന്ധറിലടക്കം ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ പഞ്ചാബിലും ജമ്മു കാശ്മീരിലും ഇപ്പോൾ വീടുകൾക്ക് നേരെ അല്ലെങ്കിൽ വീടുകളിലേക്ക് പതിക്കുന്ന രൂപത്തിലാണ് ഡ്രോണുകൾ, അതായത് ഇന്ത്യയിലേക്ക് അയച്ച ഡ്രോണുകൾ മിസൈലുകളൊക്കെ വീടുകളിൽ പതിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നു. അത് ഇന്ത്യ ഒരുപക്ഷെ നിർവീര്യമാക്കിയ ശേഷം തകർന്നു വീഴുന്ന രൂപത്തിലാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചാബിലെ ജലന്ധറിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മുകളിലേക്ക് വീണ് പതിച്ച ഡ്രോണുകളുടെ ഭാഗമായി അത് ആ രൂപത്തിൽ തകർന്ന വീടുകൾ ഒരുപക്ഷെ വലിയ മിസൈൽ ആക്രമണം ഇന്ത്യ തടയുമ്പോൾ അത് ആളുകളെ സംബന്ധിച്ച് ജനങ്ങളെ സുരക്ഷിതരാക്കുന്നതിന് വലിയ രൂപത്തിൽ സഹായകരമായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത്തരത്തിൽ ഡ്രോണുകൾ തകർന്ന് വീണ് പതിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ജനവാസ മേഖലകളിൽ വീണ് പതിക്കുന്നത് ആളുകളെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം നേരത്തെ തന്നെ അവിടെ നിന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് ബങ്കറുകളിലേക്കൊക്കെ മാറ്റുന്ന അന്തരീക്ഷം നേരത്തെ തന്നെ, അതായത് തുടർച്ചയായി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ തുടർ ആക്രമണം ഉണ്ടാകുന്ന, വലിയ ഷെൽ ആക്രമണം ഉണ്ടാകുന്ന, വലിയ ഡ്രോൺ ആക്രമണത്തിന് സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആൾനാശം ഇന്ത്യക്കകത്ത് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കടക്കം അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യമല്ല ഉള്ളത്. സ്വാഭാവികമായും ആളുകളെ ഒഴിപ്പിക്കുന്നു, ആളുകളെ അവിടുന്ന് മാറ്റുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ സൈന്യം പൂർണ്ണമായും, അല്ലെങ്കിൽ ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിലാണ് സൈന്യം പൂർണ്ണമായും ഇപ്പോൾ ശ്രദ്ധ നൽകുന്നത്. പാകിസ്ഥാൻ്റെ എല്ലാ പ്രകോപനത്തിനും കനത്ത തിരിച്ചടി നൽകാനാണ് ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പാണ്. കാരണം പാകിസ്ഥാൻ അതിർത്തി കടന്ന് നടത്തുന്ന ഏത് ആക്രമണത്തെയും അതിശക്തമായി തിരിച്ചടിക്കാൻ ഇപ്പോൾ ശ്രീനഗർ നമുക്കറിയാം. ശ്രീനഗറിൽ ഇന്നലെ രാത്രി ശ്രീനഗർ വിമാനത്താവളത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇന്ന് മുഴുവൻ പാകിസ്ഥാൻ ഡ്രോണിന് പകരം മിസൈൽ ആക്രമണത്തിനാണ് പാകിസ്ഥാൻ തയ്യാറായത്. അതിനെ തുടർന്ന് രണ്ട് ആക്രമണത്തെയും ഇന്ത്യൻ സൈന്യത്തിന് ഒരു പരിധിക്കപ്പുറത്തേക്ക് വലിയ രൂപത്തിൽ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീനഗറിൽ അതിശക്തമായ പ്രത്യാക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യം നടത്തിയ എല്ലാ ആക്രമണത്തെയും പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ശ്രീനഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ എയർബേസുകളിൽ ഇന്ത്യ തിരിച്ചടിച്ചു എന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പ്രധാനപ്പെട്ട എയർബേസുകൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ്റെ അഭിമാനമായ നാല് എയർ സ്പേസുകൾ, അതിൽ 3 എയർ സ്പേസുകൾക്ക് നേരെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടങ്ങളിൽ വലിയ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്ത. അത് നൂർഖാൻ എയർ സ്പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയർബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ്. അവിടെ സൈനിക നീക്കങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന സ്ഥലം, സൈനിക മേധാവിമാർ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ബേസ് ക്യാമ്പ്, ഒപ്പം വലിയ രൂപത്തിൽ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന സൈനിക ക്യാമ്പ്, പാകിസ്ഥാൻ്റെ മിലിറ്ററി കോമ്പൗണ്ട് എന്ന് വേണം പറയാൻ അതിനെ, എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. ആ മിലിറ്ററി കോമ്പൗണ്ടിനെയാണ് ഏറ്റവും സെൻസിറ്റീവായ, പാകിസ്ഥാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മിലിറ്ററി സെൻസിറ്റീവ് കോമ്പൗണ്ടിലേക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം ഉണ്ടാകുന്നു. ആ നൂർഖാൻ ബേസ് ക്യാമ്പിൽ വലിയ രൂപത്തിൽ അല്ലെങ്കിൽ ആ നൂർഖാൻ ബേസ് ക്യാമ്പിനെ ഭാഗികമായെങ്കിലും തകർക്കാൻ ആ സ്ഫോടനം കൊണ്ട് സാധ്യമായിട്ടുണ്ടോ എന്നാണ് പാകിസ്ഥാൻ തന്നെ അക്കാര്യത്തിൽ പാകിസ്ഥാൻ വലിയ വിലാപമായിട്ടാണ് അത് പറയുന്നത്. ഞങ്ങളുടെ ബേസ് ക്യാമ്പുകൾക്ക് നേരെ സ്ഫോടനം ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ വിലാപ രൂപത്തിൽ, ഒരു കരച്ചിൽ രൂപത്തിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നൂർഖാന് ശേഷം ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും ഈ മൂന്ന് കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഇന്നലെ ഇന്ത്യയുടെ 26 പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് പാകിസ്ഥാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നത്. അതിനെല്ലാം ഇന്ത്യ നിർവീര്യമാക്കുമ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട 3 സൈനിക കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ എയർബേസുകളിലേക്ക് സൈനിക നീക്കം നടത്തേണ്ട, അതായത് ഇന്ത്യയിലേക്ക് ഒരുപക്ഷെ സൈനിക നീക്കം പാകിസ്ഥാൻ നടത്തുകയാണെങ്കിൽ വൈമാനിക രൂപത്തിലുള്ള സൈനിക നീക്കത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ബേസ് ക്യാമ്പായി പ്രവർത്തിക്കേണ്ട എയർബേസുകളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അവിടേക്ക് ആക്രമണം ഉണ്ടാകുന്നത്, ഇന്ത്യ പ്രതിരോധിക്കുന്നത്. അങ്ങനെയാണ് നൂർഖാനിലേക്കും മുരീദിലേക്കും റാഫിക്കിലേക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉണ്ടാകുന്നത്. ഇവിടെ 3ഇടത്തും റാഫിക്കിലും മുരീദിലും നൂർഖാനിലും വലിയ രൂപത്തിലുള്ള സ്ഫോടനം ഉണ്ടാകുന്നു എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ ആ രൂപത്തിൽ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ജമ്മു മേഖലയിൽ, ശ്രീനഗർ മേഖലയിൽ പാകിസ്ഥാൻ മിസൈലുകൾ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് ഒരു വലിയ സൈനിക നീക്കം എന്ന രൂപത്തിൽ വലിയ സ്ഫോടനങ്ങൾ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് നടത്തുമ്പോൾ അത് പാകിസ്ഥാന് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ
വിവരം. കാരണം ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് പാകിസ്ഥാൻ നടത്തുന്ന എല്ലാ നീക്കങ്ങളെയും ഇന്ത്യക്ക് പ്രതിരോധിക്കാനും അതിനെ തടയാനും അതിനെ നിർവീര്യമാക്കാനും ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. നേരെ മറിച്ച് പാകിസ്ഥാൻ അത് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുമാത്രമല്ല, പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ ഡ്രോൺ ആക്രമണങ്ങളിൽ വീടുകൾക്ക് പരിക്കേൽക്കുന്നു, അല്ലെങ്കിൽ വീടുകൾ തകരുന്നു, കെട്ടിടങ്ങൾ തകരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രജൗരിയിൽ, പൂഞ്ചിലും ബാരാമുള്ളയിലും മാത്രമല്ല രജൗരിയിൽ ഇന്നിപ്പോൾ ആളുകൾക്ക് പരിക്കേൽക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഡ്രോൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ വെടിവെച്ചിടുന്ന ഡ്രോണുകൾ, അതിൽ ആയുധങ്ങളുണ്ട് എങ്കിൽ അത് പൊട്ടിത്തെറിച്ചാണ് ഇപ്പോൾ ആളുകൾക്ക് പരിക്കേൽക്കുന്നത്. അതൊരു പക്ഷേ ഇന്ത്യക്ക് ആളുകളെ കൂടുതൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനിടയിലാണ് ഇത് സംഭവിക്കുന്നത്. ശ്രീനഗറിലാണ് ഇപ്പോൾ ഒരുപക്ഷേ രണ്ട് സൈന്യങ്ങളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്.